മെജോറിറ്റി ആളുകൾ ഷാപ്പിൽ പോകുന്നത് കള്ള് കുടിക്കാൻ പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ ഷാപ്പിലെ കറി ഇഷ്ടപ്പെട്ട് പോകുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ഈ ഷാപ്പിലെ കറി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല എരിവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതല്ലേ. നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, തൃപ്പേക്കുളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാപ്പുണ്ട്. അതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അവിടെ കൂടുതൽ പേര് വരുന്നത് ഫാമിലി ആയിട്ടൊക്കെ ആയിരിക്കും. അവർ കള്ള് കുടിക്കാനും വരുന്നവരുണ്ട്, അല്ലാണ്ട് കറി കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വരുന്നവരുണ്ട് കേട്ടോ. ഈ കപ്പയും മീൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതുവരേക്കും ഞാൻ അവിടെ പോയിട്ടില്ല ട്ടോ. ചാച്ചൻ പോയിട്ടുണ്ട്. ചാച്ചൻ പോയിട്ട് അവിടെ കറി കഴിച്ചു, അത് കഴിച്ചു എന്നൊക്കെ വന്ന് എന്നോട് പറഞ്ഞ ആ ഒരു അറിവുണ്ട് ട്ടോ. അപ്പം നമ്മുടെ റാസൽ ഗൈമയിൽ ഈ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഇതേപോലെ തന്നെ കള്ള്, കപ്പ, മീൻ അങ്ങനെ എല്ലാവിധ ഐറ്റംസ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്ന പോലെ അവർ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ സ്പോട്ടിൽ. അപ്പോൾ കുറച്ച് ടൈമൊക്കെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ പറയുമ്പോഴാണ് അത് അവരത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കള്ളും പിന്നെ പൈനാപ്പിൾ കള്ളാണ് കേട്ടോ. കള്ളിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ കള്ള് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അത്ര പോരാ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ കറികൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കപ്പയും മീനും എൻ്റെ പൊന്നേ, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വയറൊക്കെ അങ്ങ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ആ വലിയ വയറും വെച്ചിട്ട് വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഗുമ്മെന്നും പറഞ്ഞ് ഇരിക്കേണ്ടി വരും. അത് കാരണം കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ മാളിൽ കയറിട്ടോ. മോളിൽ കയറി അവയ്ക്കുള്ള കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് വരുന്ന സ്ഥലമാകുമ്പോൾ ചാച്ചനൊന്ന് സ്റ്റോപ്പ് ഇടും. എന്നിട്ട് ഇങ്ങനെ ഉടുപ്പുകളൊക്കെ നോക്കും. ഷൂ നോക്കിയടി എന്ത് രസാടി കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് കാണാനായിട്ട് എന്നും പറഞ്ഞിട്ട്. ഇത്തവണയാണെന്നുണ്ടെങ്കിൽ അമ്മയും കുറേ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ പറന്ന് നിൽക്കുന്ന ഉടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെൺകുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു പെൺകുട്ടികൾ ഈ പറന്ന് നിൽക്കുന്ന ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ ഇങ്ങനെ അമ്മ നോക്കി നിൽക്കും. അപ്പം അമ്മ ഇങ്ങനെ ഒരു ഉടുപ്പ് കാണിച്ചു തരാണ്. ഇത് നോക്കിയടി അത് നോക്കിയടി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇവർ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മിറർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടില്ല. എൻ്റെ സ്ഥിരം പരിപാടി തന്നെ. എനിക്കാണെന്നുണ്ടെങ്കിൽ വയറങ്ങ് നിറഞ്ഞിട്ട് നടക്കാനും പറ്റണില്ല, ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതും വിടൂല. ഇത് എവിടെ പോകുമ്പോഴും ടോയ്സിൻ്റെ സെക്ഷനിൽ നിൽക്കാനേ നമുക്ക് കൂടുതൽ നേരമുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ടൈം വളരെ ചുരുക്കമാണ്. അങ്ങനെ ആസ് യൂഷ്വൽ JCB അല്ലെങ്കിൽ കാർ അല്ലെങ്കിൽ ജീപ്പ് അതൊക്കെ തന്നെ വാങ്ങിയിട്ട് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ ബില്ലടിക്കണ സമയത്ത് മാത്രമാണ് നമുക്ക് അവരുടെ നിന്ന് ആ കാർ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പൊട്ടിച്ച് കൈക്കലാക്കും. ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടെണ്ണം എന്നെ അങ്ങോട്ട് മാറ്റണ്ടാ. സ്വന്തം അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കെട്ടിയവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും വരും രണ്ട് പീക്കിരികൾ. പിന്നെ അവർ കാണാണ്ട് ഞങ്ങൾ ഫോട്ടോ വീഡിയോ എടുത്തു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.